ഹലോ എവരിവൺ, ഞാൻ പോകുന്നത് കാളികുളങ്ങര ക്ഷേത്രത്തിലെ പൊങ്കാലിടാനാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു ടെൻഷനുണ്ട്, ഒറ്റയ്ക്കാണ് പോകുന്നത്, മാത്രമല്ല ഉച്ചയ്ക്കാണ് പോകുന്നത്. ഞാനൊരു 12 മണിയാകുമ്പോഴാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നല്ല ചൂടുണ്ടാവും, എങ്ങനെയാവും അവസ്ഥയെന്ന് എനിക്കറിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് നല്ലൊരു തണലുള്ള സ്ഥലം കിട്ടണമെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഒറ്റയ്ക്കായതിനാൽ എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോകളിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ എല്ലാ സാധനങ്ങളും പിടിച്ചു കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മളൊരു സ്ഥലം കണ്ടെത്തി. അവിടെ നമ്മളിപ്പോൾ അരിയിട്ട് വെള്ളം തിളയ്ക്കാനായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മൾ വന്നു കഴിഞ്ഞാൽ സ്ഥലം കണ്ടെത്തുക. അതിനുശേഷം അരി കലത്തിലിട്ട ശേഷം അത് അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുക. എന്നിട്ട് കുറച്ച് അരി അവർ ദേവിക്ക് സമർപ്പിക്കും. ശേഷം നമ്മൾ ആ കലമായിട്ട് പുറത്ത് വന്ന് അരി കഴുകുക. അതിനുശേഷം ആവശ്യത്തിന് തീർത്ഥജലം ഒഴിച്ചിട്ട് നമ്മൾ എവിടെയാണ് അടപ്പ് അവിടെ വന്ന ശേഷം അടപ്പിൽ വെക്കുക. അതിനുശേഷം ചൂട്ടെടുത്തിട്ട് മറ്റൊരു അടപ്പിൽ നിന്നാണ് നമ്മൾ തീ ഇതിലേക്ക് കൊളുത്തേണ്ടത്. തീ കൊളുത്തിയ ശേഷം നമ്മൾ അരിയിലേക്ക് തേങ്ങ ചിരണ്ടിയതും പിന്നെ ഏലക്കായും മഞ്ഞളും ചുക്കും ജീരകവും കൂടി പൊടിച്ചതുണ്ടല്ലോ അതും ഇടുക. പഴം ഇടുക. ശർക്കര തിള വന്ന ശേഷം മാത്രമേ ശർക്കര ഇടാവൂ, കാരണം അല്ലെങ്കിൽ അരി വേവില്ലെന്നാണ് പറയണത്. അങ്ങനെ എൻ്റേത് ഒരുവിധം ആവാറായിട്ടോ. തിളയൊക്കെ വന്നു, ശർക്കരയൊക്കെ ഇട്ടു, അരി വെന്ത് തുടങ്ങി. ഇനി കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇറക്കി വെക്കണം. അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച ശേഷം നമ്മൾ വാഴയില കൊണ്ട് മൂടി കെട്ടി വെക്കണം കേട്ടോ. ഞാൻ കാളികുളങ്ങര ക്ഷേത്രത്തിൽ പൊങ്കാലിടാൻ തുടങ്ങിയത് അമ്മ മരിച്ചതിന് ശേഷമുണ്ട് തനിയെ വന്നിട്ട് പൊങ്കാലിടുന്നത്. അതുവരെ അമ്മയുടെയൊക്കെ അച്ഛൻ്റെ ഒപ്പം കുഞ്ഞുനാൾ മുതൽ വരും. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഇവിടെ വരാറുണ്ട്, പൊങ്കാലിടാറുണ്ട്, അങ്ങനെ പറ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ സ്വന്തമായിട്ടിടുന്നത് അമ്മ മരിച്ച ശേഷമാണ്. പൊങ്കാലിടാൻ തുടങ്ങുമ്പോൾ നമുക്ക് വർഷത്തിൽ ചെയ്തില്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല, ഒരു സംതൃപ്തിയാണ് ഇവിടെ വന്ന് ചെയ്യുമ്പോൾ. ഇവിടെ പൊങ്കാല സമർപ്പണം മാത്രമല്ല കേട്ടോ, തെണ്ട് സമർപ്പണമുണ്ട്, കുരുക്കൾ സമർപ്പണമുണ്ട്, ചൂല് സമർപ്പണമുണ്ട് ദേവിക്ക്. തെണ്ട് എന്ന് പറയുമ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ്. കുരുക്കൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ പായസത്തിന് ഇങ്ങനെ പിടി വെച്ചിട്ട് അതിങ്ങനെ എന്താ സ്കിൻ ഡിസീസിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ ചൂല് സമർപ്പണം മുടി വളരാനായിട്ട്. അങ്ങനെ കൈയും കാലും കഴുകാനായിട്ടാണ് കുളത്തിലേക്ക് വന്നത്. നല്ല ചൂടും വെയിലും കാലൊക്കെ പൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ വേഗം കൈയും കാലൊക്കെ കഴുകി പുറത്തേക്ക് വന്നു. ഇനി അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴണം. ഞാൻ തൊഴാറ് സാധാരണ ഇതെല്ലാം പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അവിടെ ദേവിക്ക് ഹണ്ടൻ്റെ അടുത്താണ് കുറച്ച് പായസം നമ്മൾ സമർപ്പിക്കും. ഉണ്ടാക്കിയതിൽ നിന്ന് എടുത്തിട്ട് അവിടെ സമർപ്പിച്ച ശേഷം നമ്മൾ കൈയും കാലും കഴുകി വന്ന ശേഷമാണ് ദേവീനെ പോയിട്ട് നമ്മൾ തൊഴണത് അകത്ത്. ഇതാണ് കേട്ടോ ശ്രീകോവിലിൻ്റെ അകത്തുള്ള ഭാഗങ്ങൾ. കാളികുളങ്ങര ക്ഷേത്രം ധനുമാസത്തിൽ 30-ാം തീയതി നട തുറന്ന ശേഷം 41 ദിവസമാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത്. അതായത് മകരം 1-ന് ഇവിടുത്തെ ഭണ്ഡാര അടപ്പിലാണ് ആദ്യം പൊങ്കാല നടത്തുന്നത്, 5 അടപ്പിലായിട്ട്. അവിടെ നിന്ന് നമ്മൾക്ക് തീയ് പകർന്നിട്ട് പുറത്തേക്ക് കൊടുക്കണം. പിന്നെ നമുക്ക് ഇവിടെ കുംഭമാസം 12-ാം തീയതി വരെ പൊങ്കാലയും തെണ്ടും എല്ലാം നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ദേവിക്ക്. ഇന്നാണ് ഇവിടുത്തെ അവസാനത്തെ ദിവസം, അതായത് കുംഭം 12-ാം തീയതി. നല്ല തിരക്കാണ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ ഉച്ച ആയതുകൊണ്ട്, നട്ടുച്ച ആയതുകൊണ്ട് ആരും കുറവായിരുന്നു. എനിക്ക് ദേവിയെ നന്നായിട്ട് തൊഴാൻ പറ്റി. അതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിനുശേഷം ഞാൻ മഞ്ഞൾപ്പറയാണ് നടത്തിയത്. മഞ്ഞൾപ്പറ കൂടാതെ ഇവിടെ നെല്ല്, അവല്, മലര്, അങ്ങനെ കുറേ പറകളുണ്ട് കേട്ടോ. കാളികുളങ്ങര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ, അതായത് എൻ്റെ നാട് നോർത്ത് പറവൂരാണ് കേട്ടോ. നോർത്ത് പറവൂരിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളിലായിട്ട് നന്ദിയാട്ടുകുന്നം എന്ന സ്ഥലത്താണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടേക്ക് വരാനായിട്ട് പറവൂരിൽ നിന്ന് എപ്പോഴും ബസ് ഉണ്ടാവാറുണ്ട് ഈ ഒരു സീസണിൽ. ഇതാണ്ടോ ഇവിടുത്തെ തീർത്ഥജലം. തെണ്ടിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് തെണ്ട് ഉണ്ടാക്കുന്ന രീതി. തെണ്ട് ഇങ്ങനെ മാവെല്ലാം ഉണ്ടാക്കി പാളയിൽ പൊതിഞ്ഞ ശേഷം കനലിൽ എത്രയോ മണിക്കൂർ, എനിക്ക് തോന്നുന്നു 6 മണിക്കൂറോ 8 മണിക്കൂറോ ആട്ടെ കനലിലേക്ക് ഇട്ടാണ് തെണ്ട് ഉണ്ടാക്കുന്നത്. അതിങ്ങനെ അതിൻ്റെ ഒരു ടൈം കഴിയുമ്പോൾ ആളുകൾ അത് വന്ന് എടുക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു ഇതിൽ തന്നെ നമുക്ക് ഒരു 6-7 എണ്ണം നമുക്ക് ഇടാൻ പറ്റും. നല്ല ക്ഷമ വേണം തെണ്ട് ഉണ്ടാക്കാനായിട്ട്. കാരണം രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം ആകുമ്പോഴൊക്കെ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുവരെ ഇതുണ്ടാക്കി ആളുകൾ അതിന് വേണ്ടിയിട്ടായിട്ട് വരുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്.
ഇവിടെ മുത്തി രൂപത്തിലാണ് ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുത്തി എന്നും പറയാറുണ്ട്. ഇതാണ് നമ്മൾ അരിയൊക്കെ കഴുകുന്ന സ്ഥലം. ഇതാണ് തീർത്ഥജലം. ഇതിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള അരിക്ക് ആവശ്യമായിട്ടുള്ള ജലവും കുടിക്കാനായിട്ടുള്ള ജലമൊക്കെ നമ്മൾ എടുക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടിൽ നമ്മൾ വീട്ടിൽ ഈ പൊങ്കാല ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ ടേസ്റ്റ് കിട്ടില്ല അത്ര. അത് അവിടെ തന്നെ പോയി അവിടുത്തെ ജലം ഒഴിച്ചുണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റെല്ലാം കിട്ടുന്നത്. ഇവിടെ കണ്ട ഒരു നെഗറ്റീവായിട്ടുള്ളൊരു തോട്ട് എനിക്ക് വന്നതെന്ന് വെച്ചാൽ ഇവിടെ ആളുകൾ പൊങ്കാല ഇടാനാണെങ്കിലും തെണ്ട ഇടാനാണെങ്കിലും വരുമ്പോൾ ഇവർ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഐറ്റംസിൽ അവിടെ ഉപേക്ഷിച്ച് പോവുക പതിവുണ്ട്. അത് കഴിയുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ അലങ്കോലമായിട്ടിട്ടുണ്ട് പോവില്ലല്ലോ. അതുപോലെ തന്നെ നമ്മളെവിടെ പോയി കഴിഞ്ഞാൽ അത് നീറ്റായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിയുന്നതും നിങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ അമ്പലം കാണുമ്പോഴും ഒരു വല്ലാത്തൊരു ഫീലായിരിക്കും. ഇതിപ്പോൾ പലതും അവിടെ പ്ലാസ്റ്റിക്കുകളും കവറുകളൊക്കെ കിടക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ അമ്പലത്തിലെ ആളുകൾ അതെല്ലാം ക്ലീനാക്കി ചെയ്യുക. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട. ഈ കാണുന്നതാണ് തലപ്പന്തെന്ന് പറയും. നമ്മളുടെ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് മകരം 1-ാം തീയതിയൊക്കെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക. ഈ വിളക്ക് ഉണ്ടാക്കുന്നതിൻ്റെ 7 തട്ടിലായിട്ടുള്ളൊരു തലപ്പന്തമാണ് ഇവരുണ്ടാക്കുന്നത്. അതായത് ഇന്ന് 12-ാം തീയതി കഴിഞ്ഞ് 13-ാം തീയതിയിലേക്ക് കിടക്കുന്ന ആ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഇവിടുത്തെ തലപ്പന്ത എഴുന്നള്ളിപ്പ് നടക്കുന്നത്. അത് 7 തട്ടിലായിട്ട് വാഴപ്പോളയിൽ ഉണ്ടാക്കുന്ന ഒരു തലപ്പന്തമാണ്. ഈ കാണുന്നത് തെണ്ട്. ഞാൻ നേരത്തെ തെണ്ടിൻ്റെ കാര്യം ഉണ്ടാക്കുന്ന രീതി പറഞ്ഞത്. അപ്പോൾ തെണ്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് അവിടെ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഒരു തെണ്ടിന് ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് 400 രൂപയാണ്. ഇവിടുത്തെ പ്രത്യേകത ഒത്തിരി സ്ഥലമുള്ളതുകൊണ്ട് ഒത്തിരി സ്റ്റാളുകളുണ്ടായിരിക്കും. ഇവിടെ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് പിന്നത്തെ ഒരു ഹോബി എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാളുകളിൽ കയറി ഇറങ്ങുക എന്നുള്ളതാണ്. അവർക്കൊരു സന്തോഷമാണ്. എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും. ചട്ടി ആയാലും ബജീസ് ആയാലും എല്ലാ ഉത്സവപ്പാടത്ത് കിട്ടുന്ന അതേ ഐറ്റംസ് തന്നെയാണ് ഇവിടെയും കിട്ടാറ്. ഞാൻ വളരെ കുഞ്ഞിതായിരുന്നപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ കട പൂട്ടിയ ശേഷമായിരുന്നു ഞങ്ങൾ വന്നിരുന്നത്. അപ്പം ഒരു 9:30 വന്നു കഴിഞ്ഞാൽ ഒരു 11-11:30 ആവും തിരിച്ചു പോകുമ്പോൾ. പിന്നീട് കുറച്ചും കൂടി വലുതായപ്പോൾ അമ്മയും ഇളയമ്മമാരെ കൂടി ഒരുമിച്ച് പോവും. എന്നിട്ട് അവർ പൊങ്കാലിട്ട് കൊണ്ടുവരും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് അമ്മയുടെയൊക്കെ ഒപ്പം പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരാളെ കൊണ്ടുപോകുള്ളൂ. അപ്പം മിക്കപ്പോഴും ചേച്ചിയാണ് പോയിരുന്നത്. ഞങ്ങൾ സൺഡേസിൽ അച്ഛൻ്റെ ഒപ്പം പോയിട്ട് പറയിടും. കാരണം അവിടെ പോവാന്ന് വെച്ചാൽ ഈ കടകളിലൊക്കെ കയറി ഐസ്ക്രീംസും ഇതൊക്കെ ബജീസൊക്കെ കഴിക്കാമല്ലോ. അതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ്. നമുക്ക് ഓർമ്മകളൊന്നും തിരിച്ച് കിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഇതിലൂടെ നടക്കുമ്പോൾ ഞാൻ എൻ്റെ ആ ഒരു പഴയകാല ഓർമ്മകളുമായിട്ട് അയവിറക്കി നടക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്, നല്ല വെയിലുണ്ട്, പക്ഷേ ഭയങ്കര മിസ്സിങ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെയുള്ള ചെറിയ ബാല്യകാല സ്മരണകൾ. അതുപോലത്തെ ഒരു സ്മരണയുണ്ട് കാളുകുളങ്ങര ക്ഷേത്രത്തിലെ ഈ പൊങ്കാലോത്സവങ്ങൾ. ഇനി ഞാൻ തിരിച്ചു പോകാൻ നോക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബൈ ബൈ, സീ യു.